യുവതലമുറയുടെ മാറുന്ന ചിന്താഗതികൾ ഇതാ 4 സുഹൃത്തുക്കളിലൂടെ. ഇത് സിദ്ധാർത്ഥ്. വളരെ അടുത്തറിയാവുന്നവർ സിദ്ധു എന്ന് വിളിക്കും. റിയൽ എസ്റ്റേറ്റും കൺസ്ട്രക്ഷനും ഒക്കെയാണ് ബിസിനസ്. ഉയർന്ന സമ്പാദ്യം, കോടീശ്വരൻ. ആദിൽ, ഫ്രണ്ട്സിന്റെ ഇടയിലെ ആദി. വാഹന കച്ചവടമാണ് പണി, കൈ നിറയെ കാശും. ആൽബി ചെറിയാൻ, പുള്ളിക്ക് ഷെയർ മാർക്കറ്റാണ്. പിന്നെ കൂടുതലൊന്നും പറയണ്ടല്ലോ. കൈ നനയാതെ മീൻ പിടിക്കാൻ പുള്ളിക്കാരൻ അറിയാം. ഫിലിപ്പ് സാം വർഗീസ്, എല്ലാവരുടെയും സാമച്ചായൻ. ഗോൾഡ് ആൻഡ് ഫിനാൻസ്. പുള്ളിക്കാരൻ എപ്പോഴും ഒരു പണത്തൂക്കം മുന്നില്ല. നീ നാളെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങ്. നമുക്ക് ട്രെയിനിൽ എറണാകുളം വരെ പോവാം. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരേണ്ട കാര്യം അറിയില്ല. സിദ്ധു എന്തിടാ? ഇപ്പൊ വരും. ദേ വരുന്നു. ഇപ്പോഴെങ്ങും ചാവത്തില്ല. ആഹാ, നിങ്ങൾ നേരത്തെ എത്തിയോ? അത് നീ താമസിച്ചോണ്ട് പോകുന്നു. അത് പിന്നെ ആളെ ഒരു മിനിറ്റ്. ആ, ഇവന്റെ ഒരു മിനിറ്റ് അല്ലേ? ഞാൻ ഒരു 10 പുഷ് പഠിച്ചു. ഓക്കെ, അപ്പോൾ നാളെ രജിസ്ട്രേഷൻ. കുഴപ്പമില്ല. ശരി, ആ റെഡി. ഓക്കെ. നമ്മുടെ ബൈപ്പാസിലെ വസ്തു ഇല്ലേ, 3 CR മറിച്ചു. കോൾ അടിച്ചല്ലോ. എന്തോടാ നീ ബാത്റൂമിൽ പോണോ? എടാ, നിന്റെ പ്രോപ്പർട്ടി എടുത്താ പ്രാടം എടുത്ത് ഇതുവരെ പോയില്ല. 50 കിടക്കുന്നേ. എന്തെങ്കിലും ക്യാഷുള്ള ആവശ്യമുണ്ടോ? അല്ലടാ, അതാണോന്നറിയില്ല. അടി വെയിറ്റിലൊരു വേദന. എന്നാലും കുറച്ചു മുമ്പ് നീ മുക്കിയില്ലേ, വൈറ്റ് ചെയ്ത് പോകുമ്പോൾ അത് മാറിക്കോളൂ. പിന്നെ അല്ലാതെ പ്രാട വിൽക്കാത്തോട്ടെ അടി വയറ്റിൽ വേദന ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. നീ കുറേ നേരം കൊണ്ട് അധികം ഉണ്ടാക്കാണല്ലോ. നിന്റെ ഷെയർ മാർക്കറ്റ് എങ്ങനെയുണ്ട്? എന്തൊക്കെയോ പൊങ്ങുന്നും താഴുന്നുമുണ്ട്. നീ എന്തുവാടാ കാണുന്നേ? അതല്ലടാ, ഷെയർ മാർക്കറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം മൊത്തത്തിൽ ഞാൻ കിടക്കുന്നത്. സ്വർണത്തിന്റെ വില കൂടുമ്പോൾ മാറിക്കോളൂ. ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ വിടുമച്ചാനെ. വൈകിട്ട് എന്താ പരിപാടി? അടിയോടടി. കേട്ടപ്പോ തന്നെ എന്തൊരു ഷാർ. നമുക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് വിട്ടേക്കാം. ഫിക്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും വിട്ടോ. എടാ, എന്തോലും പോവല്ലേ? നീ 10 പുഷ് പഠിച്ചിട്ടോ? പുഷ് പഠിച്ച ക്ഷീണിക്കും. വീട്ടിൽ പോയി 10 അടിക്കും. ഇവനെന്താ നന്നാവത്തെ? ഞാൻ 12 അടിക്കും. അപ്പോ ബാച്ചിലർ പാർട്ടി. എന്നെ ചക്കരയല്ലേടാ. നീ നിന്റെ അച്ഛൻ കാണാൻ ഒരു 5000 രൂപ എടുത്തുണ്ട്. ഞാൻ വേറെ ആരോടാടാ കുട്ടാ ചോദിക്കുക? നീ ആരടാ വിളിക്കുന്നു? ഹലോ. ഓക്കെ. അതി എനിക്ക് രജിസ്ട്രേഷൻ ഉണ്ട്. ഞാൻ പോയിട്ട് വരാം. അത് ഞാൻ കൊണ്ടുവരാടാ. ഹലോ. സിദ്ധു, നിങ്ങൾ 3 പേരെ എനിക്കൊന്ന് കാണണം. ഓ,
പേഴ്സണലാണ്. ഓക്കെ? ഓക്കെ, ശരി ഡോക്ടർ. ഇവൻ ഇന്നലെ കുറച്ച് വയ്യായികയായിട്ട് വന്നു. കുറച്ച് ടെസ്റ്റുകൾ നടത്തി, അതിന്റെ റിസൾട്ടാണിത്. എന്താ ഡോക്ടർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ലിവർ സിറോസിസ്, 2nd സ്റ്റേജ്. ഓ മൈ ഗോഡ്. ഇനി ദൈവത്തെ വിളിച്ചിട്ടെന്ത് കാര്യം? ഐ ഹാവ് ടോൾഡ് യു ഓൾ മെനി ടൈം, നീയെല്ലാം കുറച്ച് ഓവറാണെന്ന കാര്യം. പൂത്ത കാശുണ്ട് എല്ലാത്തിൻ്റെ കയ്യിൽ. വാട്ട് ദ യൂസ്? ആർക്കു വേണ്ടി? എല്ലാം ഉണ്ടായിട്ടും ഒരുത്തൻ നിൽക്കുന്നത് കണ്ടില്ലേ, എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ. ഈ കൂട്ടത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടാൽ വിൽ യു ബി ഹാപ്പി? അവനുള്ളത് നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സിദ്ധു, ഐ എം ടെല്ലിങ് യു, ഇനിയും സമയമുണ്ട് ഇവനെ റിക്കവർ ചെയ്യാൻ. പക്ഷേ അതിന് നിങ്ങൾ തീരുമാനിക്കണം. അതല്ല, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി നിങ്ങളുടെ കൂട്ടത്തിലുള്ള എണ്ണം കുറയുമ്പോൾ ആ കോൺസിക്വൻസ് ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ. സാർ, ഒരു എമർജൻസി കേസ്. യെസ്, ഐ ആം കമ്മിങ്. തീരുമാനം നിങ്ങളുടേതാണ്. ഞാൻ പോയിട്ട് വരാം. സിദ്ധു, യു തിങ്ക്. ആദി, വേണ്ട, നമുക്കിത് വേണ്ട. നീ വാ. നിർത്താടാ, നമുക്ക് ഫിക്സ് അടിയിടാം. അളിയ, ആ മച്ചാ, അളിയ, ഭാര്യ പ്രസവിച്ചു, ആങ്ങുഞ്ഞ. മച്ചാനെ, ഞാൻ 10 ദിവസം കൂടെ ഉള്ളു, നമുക്കൊന്ന് കൂടണ്ടേ? ഇല്ലടാ, ഞങ്ങൾ കുറച്ച് ബിസിയാ. ഓ, നിന്റെയൊക്കെ ഒരു ബിസി. ഞാൻ കൂടുന്ന ബ്രാൻഡ് ഏതാണെന്നറിയോ? കോഗ്നാക്. എന്നാ പിന്നെ അടിച്ചേക്കാം. സ്വാതന്ത്ര്യം കിട്ടി. വീട്, വാഹനം, വഴി, അന്നം എല്ലാമായി. വിദ്യാസമ്പന്നരായി, വരുമാനവുമായി. കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച മാതാപിതാക്കളെയും അധികാരത്തോടെ ആശ്രയിക്കുവാൻ കാത്തിരിക്കുന്ന പെങ്ങന്മാരെയും ജീവിതത്തിന്റെ മുൾമുനയിൽ നിർത്തി ദിവസേന കാണുന്ന പത്രമാധ്യമ വാർത്തകളെയും അവഗണിച്ച് വീണ്ടും എവിടേക്ക്? ശിലായുഗത്തിലേക്കോ? വൈ?